സുരക്ഷയുമായി ബന്ധപ്പെട്ട് കേരള സമൂഹം ഏറെ ചർച്ച ചെയ്ത ഒന്നായിരുന്നു സൗമ്യ വധക്കേസ്. അതുകൊണ്ട് തന്നെയാണ് ഇതിന്റെ അന്തിമ വിധിന്യായം കേരളം ഉത്കണ്ഠയോടെ കാത്തിരിക്കുന്നതും. സൗമ്യ കേസിന്റെ നാൾ വഴിയിലൂടെ 2011 ഫെബ്രുവരി 1 ഷൊർണൂർ വള്ളത്തോൾ നഗർ സ്റ്റേഷന് സമീപം സൗമ്യയെ ഗുരുതര പരിക്കുകളോടെ കണ്ടെത്തുന്നത്. തൊട്ടടുത്ത ദിവസം ചെറുതുരുത്തി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുന്നു. ഫെബ്രുവരി 2 കേസുമായി ബന്ധപ്പെട്ട് സേലം സ്വദേശി ഗോവിന്ദചാമി എന്ന ഒറ്റക്കയ്യനെ സംശയാസ്പദമായ സാഹചര്യത്തിൽ കസ്റ്റഡിയിലെടുക്കുന്നു. ആക്രമിക്കപ്പെട്ട് 5 ദിവസത്തിനു ശേഷം, അതായത് ഫെബ്രുവരി 6 തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സൗമ്യ മരിച്ചു. 1.5 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ഏപ്രിൽ 19 ഗോവിന്ദചാമിക്കെതിരായ കുറ്റപത്രം വടക്കാഞ്ചേരി ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിക്കുന്നു. തുടർന്ന് മെയ് 19 വിചാരണ തൃശൂർ അതിവേഗ കോടതി ഏറ്റെടുക്കുന്നു. ജൂൺ 6 സൗമ്യ കേസ് വിചാരണ ആരംഭിച്ചു. 2011 നവംബർ 11 ഗോവിന്ദചാമിക്ക് തൃശൂർ അതിവേഗ കോടതി വധശിക്ഷ വിധിച്ചു. അതിവേഗ കോടതി വിധിക്കെതിരെ ഗോവിന്ദചാമി ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയെങ്കിലും ഹർജി കോടതി തള്ളി. കീഴ്ക്കോടതിയുടെ വിധി ഹൈക്കോടതി ശരിവയ്ക്കുകയായിരുന്നു. 2013 ഡിസംബർ 17 ഇത്. 3 വർഷങ്ങൾക്ക് ശേഷം 2014 ജൂലൈ 29 വിചാരണ കോടതി നൽകിയ വധശിക്ഷ സുപ്രീംകോടതി സ്റ്റേ ചെയ്തു. രേഖകൾ ഹാജരാക്കാൻ സംസ്ഥാന സർക്കാരിനോട് സുപ്രീംകോടതി നിർദ്ദേശിക്കുകയും ചെയ്തു. അപ്പീലിൽ വാദം കേൾക്കുന്നതിനായാണ് വധശിക്ഷ കോടതി സ്റ്റേ ചെയ്തത്. തുടർന്ന് ശിക്ഷയിൽ ഇളവ് വേണമെന്നാവശ്യപ്പെട്ട് ഗോവിന്ദചാമി സുപ്രീംകോടതിയെ സമീപിക്കുന്നു. 2016 സെപ്റ്റംബർ 8 അപ്പീൽ പരിഗണിക്കവെ ഗോവിന്ദചാമി സൗമ്യയെ കൊന്നതിന് തെളിവുണ്ടോ എന്ന് സുപ്രീംകോടതി ആരാഞ്ഞു. 2016 സെപ്റ്റംബർ 15 സൗമ്യ വധക്കേസിൽ സുപ്രീംകോടതി വിധി പ്രഖ്യാപിച്ചു. ഗോവിന്ദചാമിയുടെ വധശിക്ഷ റദ്ദാക്കി ജീവപര്യന്തമാക്കി. സെപ്റ്റംബർ 28 വിധിക്കെതിരെ സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയിൽ പുനഃപരിശോധനാ ഹർജി നൽകി. ഒക്ടോബർ 6 സർക്കാരിന്റെ പുനഃപരിശോധനാ ഹർജി അഡീഷണൽ സോളിസിറ്റർ ജനറൽ പരാമർശിച്ചു. തുറന്ന കോടതിയിൽ വാദം കേൾക്കണമെന്ന സർക്കാരിന്റെ ആവശ്യം കോടതി അംഗീകരിച്ചു. ഇന്ന് ഒക്ടോബർ 7 സൗമ്യ വധക്കേസിൽ സുപ്രീംകോടതി തുറന്ന കോടതിയിൽ വാദം കേൾക്കുന്നു. ന്യൂസ് ഡെസ്ക്.